കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വ്യാജ മദ്യവിൽപ്പനാ കേന്ദ്രം എക്സൈസ് സംഘം കണ്ടെത്തി. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 36 കുപ്പികളിലായി 6.5 ലിറ്ററോളം വ്യാജ മദ്യവും കണ്ടെടുത്തു. കോഴിക്കോട് മേഖലയിൽ വ്യാജ മദ്യവിൽപ്പന നടത്തിവരുന്നതായി എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് കോട്ടയം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ അജയുടെ നിർദ്ദേശപ്രകാരം കാഞ്ഞിരപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർ സുധി കെ സത്യപാലിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് ദിവസങ്ങളോളം നടത്തിയ തെരച്ചിലിലാണ് വ്യാജമദ്യ കേന്ദ്രം കണ്ടെത്തിയത്. 36 കുപ്പികളിലായി നിറച്ചിരുന്ന 6.5 ലിറ്ററോളം വ്യാജമദ്യം പിടിച്ചെടുത്തു. വ്യാജമദ്യം വിൽപ്പന നടത്തി വന്നിരുന്ന പ്രതിയെ കണ്ടെത്തുവാനായിട്ടില്ല. പ്രതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പ്രതിയെ ഉടൻ പിടികൂടുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ സുധി കെ സത്യപാലൻ പറഞ്ഞു. ഓണത്തിൻ്റെ മുന്നോടിയായി ലഹരിക്കും വ്യാജമദ്യത്തിനെതിരുള്ളൊരു പോരാട്ടം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ശ്രീ KR അജയ് സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുകയും ആ സ്ക്വാഡിലെ ടീമംഗങ്ങളായ ഞാനും എൻ്റെ പാർട്ടിയും ഏതാനും ദിവസങ്ങളായിട്ട് പല രഹസ്യ വിവരങ്ങളും അന്വേഷിച്ചു വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തുള്ള ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്നും ഒരു 200 ml കൊള്ളുന്ന സോഫ്റ്റ് ഡ്രിങ്ക് കുപ്പികളിൽ നിന്നും വ്യാജമദ്യം കണ്ടെത്തുകയും ടോട്ടൽ ഉദ്ദേശം 6 ലിറ്ററോളം മദ്യമാണ് കണ്ടെത്താൻ സാധിച്ചത്. ഇതിൻ്റെ ഉറവിടം നമുക്ക് നിലവിൽ വ്യക്തമായിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രദേശത്തുള്ള പല ആളുകളെയും പ്രദേശവാസികളെയും ചോദ്യം ചെയ്തു വരുന്നു. CCTVകളും എടുത്തു വരുന്നുണ്ട്. പല ഹാബിച്വൽ ഒഫൻഡേഴ്സ് അല്ലെങ്കിൽ മുൻകാല പ്രതികളെയും ചോദ്യം ചെയ്തു വരുന്നുണ്ട്. പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുന്നതായിരിക്കും. സ്ക്വാഡ് അംഗങ്ങളായ പ്രിവൻറ്റീവ് ഓഫീസർ സുരേഷ് കുമാർ KN, സിവിൽ എക്സൈസ് ഓഫീസർ സനൽ മോഹൻദാസ്, കാഞ്ഞിരപ്പള്ളി റേഞ്ച് ഓഫീസിലെ പ്രിവൻറ്റീവ് ഓഫീസർ അരുൺകുമാർ EC, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷൈജു PN, രതീഷ് TS, അതുൽ മണിയപ്പൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വ്യാജ മദ്യകേന്ദ്രം കണ്ടെത്തുകയും മദ്യം പിടിച്ചെടുക്കുകയും ചെയ്തത്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.